പെരുമ്പാവൂരിലെ നിയമ വിദ്യാർത്ഥിയുടെ കൊലപാതക കേസിൽ പ്രതിയുടെ മാനസിക നിലയിൽ പ്രശ്നങ്ങളില്ലെന്ന് റിപ്പോർട്ട്. വധശിക്ഷയ്ക്ക് വിധിക്കപ്പെട്ട അമീറുൽ ഇസ്ലാമിന്റെ മാനസിക നിലയിൽ പ്രശ്നങ്ങളില്ല എന്ന് കണ്ടെത്തിയത് തൃശൂർ മെഡിക്കൽ കോളേജിലെ മെഡിക്കൽ ബോർഡിന്റെ പരിശോധനാ റിപ്പോർട്ടിൽ. റിപ്പോർട്ട് സുപ്രീം കോടതിക്ക് കൈമാറി. വിവരങ്ങളുമായി ലീഗൽ കറസ്പോണ്ടന്റ് ഷബ്ന സിയാദാണ് ചേരുന്നത്. ഷബ്ന, പ്രതിയുടെ ശിക്ഷയിൽ ഇളവ് കിട്ടാൻ വേണ്ടിയിട്ടാണ് ഇത്തരത്തിൽ മാനസിക പ്രശ്നങ്ങളുണ്ട് എന്നുള്ള തരത്തിലുള്ള വാദങ്ങൾ ഒക്കെ ഉയർന്നത്. ഏറെ ചർച്ച ചെയ്യപ്പെട്ട കോളിളക്കം ഉണ്ടായ ഒരു കേസാണ്. അതിലാണ് ഇപ്പോൾ ഇത്തരത്തിലൊരു നിർണായക റിപ്പോർട്ട് വന്നിരിക്കുന്നത്. അതിലെ വിവരങ്ങൾ എന്തെല്ലാമാണ്? സ്വാതി, നിയമ വിദ്യാർത്ഥിനിയായ ജിഷയുടെ കൊലപാതകവുമായി ബന്ധപ്പെട്ട് എറണാകുളം സെഷൻസ് കോടതിയാണ് അമീറുൽ ഇസ്ലാമിന് വധശിക്ഷ വിധിച്ചത്. ഏകപ്രതിയായ അമീറുൽ ഇസ്ലാമിന് വധശിക്ഷ നൽകിക്കൊണ്ടുള്ള ഉത്തരവ് ഹൈക്കോടതി ശരിവെക്കുകയും ചെയ്തിരുന്നു. ഹൈക്കോടതിയിൽ ആദ്യം തന്നെ ഇതുമായി ബന്ധപ്പെട്ട അപ്പീൽ സമർപ്പിച്ചിരുന്നു. അന്ന് ഹൈക്കോടതി ഈ പ്രതിയുടെ മാനസിക നില അടക്കം പരിശോധിക്കാൻ നിലപാടെടുക്കുകയും അത്തരത്തിൽ പരിശോധിക്കുകയും ചെയ്തു. എന്നാൽ വധശിക്ഷ തന്നെ ശരിവെക്കുകയായിരുന്നു കോടതി ചെയ്തത്. അതിനുശേഷമാണ് സുപ്രീം കോടതിയിൽ അപ്പീലുമായി അമീറുൽ ഇസ്ലാം സമീപിച്ചത്. ഈ അപ്പീലിൽ പറഞ്ഞിരുന്നത് തന്റെ മാനസിക നിലയ്ക്ക് പ്രശ്നമുണ്ട് എന്ന രീതിയിലായിരുന്നു. അതോടൊപ്പം തന്നെ ഏതെങ്കിലും പ്രതിയെ വധശിക്ഷയ്ക്ക് വിധിക്കുമ്പോൾ അയാളുടെ മാനസിക നില, സാമ്പത്തിക, സാമൂഹിക സാഹചര്യങ്ങൾ എല്ലാം തന്നെ കോടതി പരിശോധിക്കും. ഇതിന്റെ അടിസ്ഥാനത്തിലാണ് തൃശൂർ മെഡിക്കൽ കോളേജിനോട് മെഡിക്കൽ ബോർഡ് രൂപീകരിച്ച് ഈ മാനസിക നില സംബന്ധിച്ചുള്ള റിപ്പോർട്ട് സമർപ്പിക്കാൻ ആവശ്യപ്പെട്ടത്. വിയ്യൂർ ജയിലിലെ അടക്കം പെരുമാറ്റം നിരീക്ഷിച്ചാണ് ഇപ്പോൾ ബോർഡ് റിപ്പോർട്ട് സമർപ്പിച്ചിട്ടുള്ളത്. മാനസിക നിലയിൽ യാതൊരുവിധ പ്രശ്നങ്ങളും ഇല്ലാത്തയാളാണ് പ്രതി അമീറുൽ ഇസ്ലാം എന്ന റിപ്പോർട്ടാണ് സുപ്രീം കോടതിക്ക് മുമ്പിൽ സമർപ്പിച്ചിട്ടുള്ളത്. ഷബ്ന, എന്തായാലും ഇതൊരു നിർണായക ഉത്തരവാണ്. ഈ ഉത്തരവിൽ ഇത്തരത്തിലൊരു മാനസിക പ്രശ്നമില്ല എന്ന് പറയുമ്പോൾ ഇനിയുള്ള നടപടിക്രമങ്ങൾ, വാദങ്ങളൊക്കെ ഏതു രീതിയിലാകും? സ്വാതി, ഇതിപ്പോൾ മെഡിക്കൽ ബോർഡിന്റെ ഒരു റിപ്പോർട്ട് മാത്രമാണ്. സുപ്രീം കോടതിയുടെ നിർദ്ദേശപ്രകാരം മെഡിക്കൽ ബോർഡ് രൂപീകരിച്ച് മെഡിക്കൽ ബോർഡ് റിപ്പോർട്ട് സമർപ്പിച്ചിട്ടുള്ളതാണ്. ഒരു പ്രതിയെ വധശിക്ഷയ്ക്ക് വിധിച്ചു കഴിഞ്ഞാൽ അതിൽ അപ്പീൽ സമർപ്പിക്കുമ്പോൾ കോടതി ഇത്തരത്തിലുള്ള കാര്യങ്ങൾ പരിശോധിക്കാറുണ്ട്. ഹൈക്കോടതി ഇതിന് ഒരു കമ്മിറ്റിയെ തന്നെ നിയോഗിച്ചിരുന്നു. ഹൈക്കോടതി ഇതിൽ സാമൂഹിക ചുറ്റുപാടുകൾ, അതോടൊപ്പം തന്നെ ഈ പ്രതിയുടെ മാനസികാവസ്ഥ തുടങ്ങിയ കാര്യങ്ങളെല്ലാം പരിശോധിച്ചാണ് ഈ ഹൈക്കോടതി ഈ വധശിക്ഷ ശരിവെച്ചിരുന്നത്. പിന്നീട് അമീറുൽ ഇസ്ലാം അപ്പീലുമായി സുപ്രീം കോടതിയെ സമീപിച്ചു. സുപ്രീം കോടതിയിൽ ഇതേ രീതിയിൽ തന്നെ ഇത്തരത്തിൽ അതിന്റെ നടപടിക്രമങ്ങൾ അനുസരിച്ച് പ്രതിക്ക് ഏതെങ്കിലും സാഹചര്യത്തിൽ മാനസികമായ എന്തെങ്കിലും പ്രശ്നങ്ങൾ ഉണ്ടായിരുന്നോ തുടങ്ങിയ കാര്യങ്ങൾ പരിശോധിക്കുന്നതിന്റെ ഭാഗമായിട്ടാണ് ഈ മെഡിക്കൽ റിപ്പോർട്ട് ആവശ്യപ്പെട്ടത്. ഇതിന്റെ അടിസ്ഥാനത്തിലാണ് ഇപ്പോൾ തൃശൂർ മെഡിക്കൽ കോളേജ് റിപ്പോർട്ട് സമർപ്പിച്ചിട്ടുള്ളത്. വിയ്യൂർ ജയിലിൽ പ്രതി താമസിച്ച കാലയളവിൽ ഇപ്പോഴും താമസിക്കുന്നു. ഈ ഒരു സാഹചര്യത്തിൽ ഏത് രീതിയിലാണ് വിയ്യൂർ ജയിലിലെ പെരുമാറ്റം, മാനസികമായ എന്തെങ്കിലും പ്രശ്നങ്ങൾ കാണിക്കാറുണ്ടോ തുടങ്ങിയ കാര്യങ്ങൾ നിരീക്ഷിച്ചാണ് ഇപ്പോൾ ഈ റിപ്പോർട്ട് സമർപ്പിച്ചിട്ടുള്ളത്. ഇനിയിപ്പോൾ സുപ്രീം കോടതി ഇതിൽ വിശദമായ വാദം കേൾക്കുകയും അതിനുശേഷമായിരിക്കും ഈ വധശിക്ഷ ശരിവെക്കണോ എന്ന കാര്യത്തിൽ അന്തിമമായ തീരുമാനമെടുക്കുക. ശരി ഷബ്ന, പെരുമ്പാവൂർ നിയമ വിദ്യാർത്ഥിയെ കൊലപ്പെടുത്തിയ കേസിൽ പ്രതിയുടെ മാനസിക നിലയിൽ പ്രശ്നങ്ങളില്ല എന്നുള്ളൊരു മെഡിക്കൽ റിപ്പോർട്ടാണ് വന്നിരിക്കുന്നത്. ആ വിവരങ്ങളാണ് ഷബ്ന നൽകിയത്.